ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തലശ്ശേരിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട 3 പത്തലുകളായിട്ടാണ് വന്നിരിക്കുന്നത്. തലശ്ശേരിയിലെ ഒരുവിധം എല്ലാ വീടുകളിലും ഒന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിനായിട്ടോ എല്ലാ ദിവസവും ഈ 3 പത്തലുകളിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരേ ഒരു മാവ് കൊണ്ട് വ്യത്യസ്ത രുചിയിലുള്ള ഈ 3 പത്തലുകൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലേക്ക് കൂടി കാണാം അല്ലേ. മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ നോർമൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് പച്ചരിക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് വേണം. ഇനി ഇതെല്ലാം പാടെ കൂടി മിക്സറിൻ്റെ ജാറിലേക്കിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയുമായി പോകരുത്. ദോശമാവിനേക്കാളും ഒരല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പത്തിൽ ചുടുന്നേരം പരട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഗീയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നല്ല ചൂടായ കല്ലിലേക്ക് പത്തലിൻ്റെ മാവ് ഒഴിച്ച് ദോശയൊക്കെ പരത്തുന്നത് പോലെ പരത്തി അടച്ച് വെച്ച് ഒരു മിനിറ്റ് നേരം വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞാൽ ദോശ ഇതായി ഈ സൈഡിൽ നിന്നൊക്കെ കല്ലിൽ നിന്ന് അടർന്ന് വരുന്നൊരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരല്പം ഓയിൽ ഗീ മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. 1-2 ഡ്രോപ്സ് ചേർത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും ഓയിൽ ചേർക്കേണ്ട. ഇത് തിരിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മൂടിപ്പത്തൽ റെഡിയായി കഴിഞ്ഞു. ഈ മൂടിപ്പത്തൽ ചുട്ടെടുക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, കല്ലിൽ ഒരുപാട് എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഓരോ തവണ പത്തിൽ ചുടുന്നേരവും നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് എണ്ണയൊക്കെ തുടച്ച് മാറ്റിയിട്ട് രണ്ടാമത്തത് കോരി ഒഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്നേരം അതിങ്ങനെ കുരുണ്ടു പോകും. ഇനി നമുക്ക് തേങ്ങാപ്പത്തിൽ ചുട്ടെടുക്കാം. അതിന് വേണ്ടി ദോശക്കല്ലിലേക്ക് 1 തവി മാവ് ഒഴിച്ചൊന്ന് പരത്തിയെടുക്കുക. ശേഷം ഇതിന് മുകളിലേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 തവി മാവ് എടുത്തിട്ട് തേങ്ങ കവർ ചെയ്യുന്ന അത്രയും മാവ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 1-2 മിനിറ്റ് അടച്ച് വെക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പത്തിൽ കല്ലിൽ നിന്ന് വിട്ട് വരുന്ന പാകമായി കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഓയിൽ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതിലൊരല്പം ഗീ വേണം കേട്ടോ, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് വെക്കുക. ഇതുപോലെ തേങ്ങയുടെ മേലെയൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പത്തൽ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിപ്പത്തൽ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇരുമ്പിൻ്റെ ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ഫ്രൈ പാൻ ആയാലും മതി. പാത്രത്തിൻ്റെ സൈഡ് ഒരല്പം പൊന്തി കിടക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പ്ലെയിൻ ഓയിലാട്ടോ, നമ്മുടെ ഗീയും ഓയിലും മിക്സ് ചെയ്ത മിക്സ്ചറിതല്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരുന്നൊരു സ്മെല്ല് വരുന്നേരം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ആ ഉള്ളിയൊക്കെ കവർ ചെയ്യുന്ന അത്രയും മാവ് ഒഴിച്ച് കൊടുക്കുക. എനിക്കിവിടെ ഏകദേശം 2 തവി മാവ് ആവശ്യം വന്നു. ഇത് നമ്മുടെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് ചേഞ്ച് ചെയ്യും കേട്ടോ. പാത്രം വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളിയും മാവും ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം വെക്കുക. രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ഈ സ്റ്റേജിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ആ പാനിൽ ഒരുപാട് എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നേരം ആ ഓയിലിൽ ഇത് മുരിഞ്ഞു വന്നോളും. ഇനി ഇതുപോലെ തന്നെ അടിഭാഗം മൊരിയുന്നത് വരെ ഒരു 2 മിനിറ്റ് നേരം വീണ്ടും വെക്കുക. ഇപ്പം ഇത് കണ്ടോ, മേലെയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉള്ളിപ്പത്തൽ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട 3 പത്തലുകളും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരേ ഒരു മാവ് കൊണ്ടാണ് ഞാനിവിടെ 3 പത്തലും തയ്യാറാക്കിയത്. ഇനി നമുക്ക് ഈ 3 പത്തലിൻ്റെ ടെക്സ്ചർ നോക്കാം. മൂടിപ്പത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് കണ്ടോ, കണ്ണാടി പോലത്തെ പത്തലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പത്തൽ. അപ്പോൾ ഇത് ശരിക്കും പറയാച്ചാൽ നല്ല ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയോ മട്ടൺ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായ ഒരു പത്തലാണ്.
ഇനി തേങ്ങാപ്പത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് തടിപ്പുള്ള പത്തിലാണ്. 3 ലെയർ ഉണ്ടല്ലോ, പത്തിലും തേങ്ങയും പിന്നെ ഒരു പത്തിലും. ഇതും സോഫ്റ്റ് തന്നെയാണ്, പക്ഷെ ഒരു തടിപ്പുള്ള പത്തിൽ. ഇത് നല്ല മീൻ മുളകോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഓരോ ബൈറ്റിലും നമുക്ക് തേങ്ങ ഫീൽ ചെയ്യാം. നല്ല ടേസ്റ്റാണ് ആ കഴിക്കുന്നേരം കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഫാമിലി ഫേവറേറ്റ് ആയിട്ടുള്ള ഉള്ളിപ്പത്തിലാണ്. ഇവിടെ എല്ലാവർക്കും, എനിക്കും ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടൊരു പത്തിലാണിത്. ആ ഉള്ളിയുടെ നല്ലൊരു കാരമലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലേവറൊക്കെ കൂടി നല്ല ടേസ്റ്റാണ് ഈ പത്തിൽ. ഇത് നല്ല ചെമ്മീൻ മുളകോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. 2 ഭാഗത്തും ഒരല്പം മൊരിയൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പത്തിലാണിത്. അപ്പോൾ ഈ 3 പത്തിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.